ഒന്നാമത്തെ ചോദ്യം, കണ്ണീരിൽ ഉപ്പ് രസമുണ്ടാകാൻ കാരണമെന്ത്? എ. കണ്ണിലെ കാഴ്ചശക്തി കൂട്ടാൻ. ബി. ശരീരത്തിലെ സോഡിയം ക്ലോറൈഡ് കണ്ണീരിലൂടെ പുറന്തള്ളപ്പെടുന്നതുകൊണ്ട്. സി. കണ്ണ് വറ്റാതെയിരിക്കാൻ. ഡി. പൊടിപടലങ്ങൾ അകറ്റാൻ. ശരിയായ ഉത്തരം ബി. ശരീരത്തിലെ സോഡിയം ക്ലോറൈഡ് കണ്ണീരിലൂടെ പുറന്തള്ളപ്പെടുന്നതുകൊണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലും കോശങ്ങളിലും സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. കണ്ണ് ഈർപ്പമുള്ളതാക്കി മാറ്റാനും അണുബാധ തടയാനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണീരിൽ ചെറിയ അളവിൽ ഇതേ സോഡിയം ക്ലോറൈഡ് ഉപ്പ് കലരുന്നതുകൊണ്ടാണ് കണ്ണീരിന് ഉപ്പുരസം അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യശരീരത്തിൽ സ്വന്തമായി പ്രകാശം, ലൈറ്റ് പുറത്തുവിടാൻ കഴിവുണ്ടോ? എ. ഇല്ല, തീരെയില്ല. ബി. ഉണ്ട്, എന്നാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. സി. ഉറങ്ങുമ്പോൾ മാത്രം പ്രകാശം വരും. ഡി. കണ്ണിനു മാത്രം വെളിച്ചമുണ്ട്. ശരിയായ ഉത്തരം ബി. ഉണ്ട്, എന്നാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. മനുഷ്യശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ മൂലം വളരെ തുച്ഛമായ അളവിൽ പ്രകാശം, ബയോലൂമിനസെൻസ്, പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഈ വെളിച്ചത്തിന്റെ ശക്തി നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ 1000 മടങ്ങ് കുറവായതിനാലാണ് നമ്മളതറിയാത്തത്. മൂന്നാമത്തെ ചോദ്യം, അമിതമായി സങ്കടം വരുമ്പോൾ തൊണ്ടയിൽ ഒരു തടസ്സം, ലംപ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എ. ആഹാരം തൊണ്ടയിൽ കുടുങ്ങുന്നതുകൊണ്ട്. ബി. സ്ട്രെസ് കാരണം തൊണ്ടയിലെ ഗ്ലോട്ടിസ് പേശികൾ തുറന്നുപിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട്. സി. രക്തസമ്മർദ്ദം പൂജ്യമാകുന്നതുകൊണ്ട്. ഡി. ഉമിനീർ വറ്റുന്നതുകൊണ്ട്. ശരിയായ ഉത്തരം ബി. സ്ട്രെസ് കാരണം തൊണ്ടയിലെ ഗ്ലോട്ടിസ് പേശികൾ തുറന്നുപിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട്. കരയുമ്പോൾ അല്ലെങ്കിൽ കടുത്ത സങ്കടം വരുമ്പോൾ ശരീരം കൂടുതൽ ഓക്സിജൻ സ്വീകരിക്കാനായി തൊണ്ടയിലെ ഗ്ലോട്ടിസ് പരമാവധി വികസിപ്പിക്കുന്നു. എന്നാൽ അതേസമയം നമ്മൾ ഉമിനീർ വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ ഈ പേശികൾ അടയാൻ ശ്രമിക്കുകയും ഇത് തൊണ്ടയിൽ എന്തോ തടഞ്ഞു നിൽക്കുന്നതുപോലുള്ള അനുഭവമുണ്ടാക്കുകയും ചെയ്യുന്നു. നാലാമത്തെ ചോദ്യം, മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് വരും മനോഹരമായ മണം ഉണ്ടാക്കുന്നത് ആരാണ്? എ. മഴവെള്ളത്തിലെ കെമിക്കലുകൾ. ബി. മണ്ണിലുള്ള ഒരു പ്രത്യേകതരം ബാക്ടീരിയകൾ. സി. മരങ്ങളുടെ വേരുകൾ. ഡി. വായുവിലെ ഓക്സിജൻ. ശരിയായ ഉത്തരം ബി. മണ്ണിലുള്ള ഒരു പ്രത്യേകതരം ബാക്ടീരിയകൾ, ആക്ടിനോമൈസീറ്റീസ്. മണ്ണിൽ ജീവിക്കുന്ന ആക്ടിനോമൈസൈറ്റ്സ് എന്ന ബാക്ടീരിയകൾ പുറത്തുവിടുന്ന ജിയോസ്മിൻ എന്ന രാസവസ്തുവാണ് മഴത്തുള്ളികൾ മണ്ണിൽ പതിക്കുമ്പോൾ ആ സുഗന്ധമായി അന്തരീക്ഷത്തിലേക്ക് പടരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, രാത്രിയിൽ നഖം വെട്ടാൻ പാടില്ല എന്ന് പണ്ടുള്ളവർ പറയാൻ യഥാർത്ഥ കാരണമെന്ത്? എ. ദുരനുഭവങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട്. ബി. പണ്ടുകാലത്ത് വെളിച്ചക്കുറവ് കാരണം വിരലുകൾ മുറിയാതിരിക്കാൻ. സി. രാത്രിയിൽ നഖം വളരില്ല എന്നതുകൊണ്ട്. ഡി. നഖത്തിലെ പ്രോട്ടീൻ നഷ്ടപ്പെടുമെന്നതുകൊണ്ട്. ശരിയായ ഉത്തരം ബി. പണ്ടുകാലത്ത് വെളിച്ചക്കുറവ് കാരണം വിരലുകൾ മുറിയാതിരിക്കാൻ. പണ്ടുകാലത്ത് വൈദ്യുതിയോ നല്ല വെളിച്ചമോ നെയിൽ കട്ടറുകളോ ഇല്ലായിരുന്നു. കത്തിയും അരുവാളും ഉപയോഗിച്ചാണ് നഖം മുറിച്ചിരുന്നത്. ഇരുട്ടത്ത് ഇത് ചെയ്യുമ്പോൾ വിരലുകൾ മുറിയാനും നഖകഷ്ണങ്ങൾ ഭക്ഷണത്തിൽ വീഴാനും സാധ്യതയുള്ളതിനാലാണ് രാത്രിയിൽ നഖം വെട്ടരുത് എന്ന ആചാരം വന്നത്. ആറാമത്തെ ചോദ്യം, കുളിക്കുമ്പോൾ തലയിൽ അമിതമായി ചൂടുവെള്ളമൊഴിച്ചാൽ എന്ത് സംഭവിക്കും? എ. കണ്ണിന്റെ കാഴ്ചശക്തി കൂടും. ബി. മുടി കൊഴിച്ചിൽ കൂടുകയും തലച്ചോറിന്റെ ഞരമ്പുകളെ ബാധിക്കുകയും ചെയ്യും. സി. താരൻ പൂർണ്ണമായി മാറും. ഡി. ഓർമ്മശക്തി ഇരട്ടിയാകും. ശരിയായ ഉത്തരം ബി. മുടികൊഴിച്ചിൽ കൂടുകയും തലച്ചോറിന്റെ ഞരമ്പുകളെ ബാധിക്കുകയും ചെയ്യും. അമിതമായ ചൂടുവെള്ളം തലയോട്ടിയിലെ സ്വാഭാവിക എണ്ണമയം നീക്കം ചെയ്യുകയും മുടിയുടെ വേരുകളെ ബലഹീനമാക്കുകയും ചെയ്യുന്നു. കൂടാതെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ പെട്ടെന്ന് സമ്മർദ്ദം ഉണ്ടാക്കാനും ഇത് കാരണമാകും. ഏഴാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശങ്ങൾ, സെൽസ്, മനുഷ്യശരീരത്തിൽ എവിടെയാണുള്ളത്? എ. കരൾ കോശങ്ങൾ. ബി. തലച്ചോറിലെ നാഡീകോശങ്ങൾ, ന്യൂറോൺസ്. സി. രക്തകോശങ്ങൾ. ഡി. ചർമ്മത്തിലെ കോശങ്ങൾ. ശരിയായ ഉത്തരം തലച്ചോറിലെ നാഡീകോശങ്ങൾ, ന്യൂറോൺസ്. ശരീരത്തിലെ മിക്ക കോശങ്ങളും കുറച്ചു ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ നശിക്കുകയും പുതിയവയുണ്ടാവുകയും ചെയ്യും. എന്നാൽ തലച്ചോറിലെ ന്യൂറോൺ മുതൽ മരിക്കുന്നതുവരെ മാറാതെയിരിക്കുന്നു. എട്ടാമത്തെ ചോദ്യം, തുമ്മൽ വരുമ്പോൾ മൂക്കിന് താഴെ വിരൽ അമർത്തിപ്പിടിച്ചാൽ എന്ത് സംഭവിക്കും? എ. തുമ്മൽ പൂർണ്ണമായി നിൽക്കും. ബി. തലച്ചോറിലെ ഞരമ്പ് പൊട്ടും. സി. ബി. പെട്ടെന്ന് കൂടും. ഡി. കണ്ണ് ചുവക്കും. ശരിയായ ഉത്തരം എ. തുമ്മൽ പൂർണ്ണമായി നിൽക്കും. വിശദീകരണം, മൂക്കിന് തൊട്ടുതാഴെ മേൽച്ചുണ്ടിന്റെ മധ്യഭാഗത്തായി ഫിൽട്രം അമർത്തുമ്പോൾ
തലച്ചോറിലേക്ക് തുമ്മലുണ്ടാക്കാൻ സിഗ്നൽ അയക്കുന്ന ട്രൈജെമിനൽ നാഡിക്ക് തടസ്സം നേരിടുകയും തുമ്മൽ നിൽക്കുകയും ചെയ്യും. 9ാമത്തെ ചോദ്യം. സ്വന്തം വായ തുറക്കാതെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന അപൂർവ ജീവി ഏതാണ്? എ. തവള, ബി. സ്റ്റാർഫിഷ്, സി. തേൾ, ഡി. ഞണ്ട്. ശരിയായ ഉത്തരം ബി. സ്റ്റാർഫിഷ്. സ്റ്റാർഫിഷുകൾക്ക് ഇര ലഭിക്കുമ്പോൾ അവ സ്വന്തം ആമാശയം ശരീരത്തിനു വെളിയിലേക്ക് തള്ളിവിട്ട് ഇരയെ വരിഞ്ഞുമുറുക്കി ദഹിപ്പിച്ച ശേഷം ആമാശയം തിരികെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 10ാമത്തെ ചോദ്യം. ഇരുട്ടത്ത് പേടി തോന്നുമ്പോൾ ഹൃദയമിടിപ്പ് അമിതമായി കൂടാൻ കാരണമെന്ത്? എ. ഓക്സിജൻ കുറയുന്നതുകൊണ്ട്, ബി. ശരീരം അഡ്രിനാലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട്, സി. രക്തം കട്ടപിടിക്കുന്നതുകൊണ്ട്, ഡി. കാഴ്ചശക്തി കുറയുന്നതുകൊണ്ട്. ശരിയായ ഉത്തരം ബി. ശരീരം അഡ്രിനാലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട്. അപകടസാധ്യതയോ പേടിയോ തോന്നുമ്പോൾ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് നേരിടുക അല്ലെങ്കിൽ ഓടിരക്ഷപ്പെടുക അവസ്ഥയിലേക്ക് കടക്കുന്നു. ഈ സമയം അഡ്രിനാലിൻ ഹോർമോൺ രക്തത്തിൽ കലരുകയും പേശികളിലേക്ക് കൂടുതൽ രക്തമെത്തിക്കാൻ ഹൃദയം വേഗത്തിൽ മിടിക്കുകയും ചെയ്യുന്നു.